ഇന്നത്തെ എൻ്റെ കുട്ടിൻ്റെ ലഞ്ച് ബോക്സ് നോക്കിയാലോ. ചോറിനില്ല പാത്രമുണ്ട്, പിന്നെ കൂട്ടാനായി കണ്ട് ഞാൻ കൊടുത്തേക്കുന്നത് മുട്ടയാണ് കേട്ടോ. മുട്ട അങ്ങനെ ചിക്കിങ്ങാണ്ടുള്ളതാണ്. പൊരിച്ച് കഴിഞ്ഞാലൊന്നും എൻ്റെ കുട്ടിക്ക് പറ്റൂല കേട്ടോ. പൊരിച്ചുമ്പോൾ പറയും അങ്ങനെ വട്ടത്തിലാക്കി കണ്ടൊന്നും പൊരിച്ച് തരില്ല ഇമ്മ പറയും. അപ്പോൾ ഞാനിങ്ങനെ ചിക്കിങ്ങാണ്ട് കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ കുറച്ചൊക്കെ തിന്നും കേട്ടോ മൂപ്പര്. ഈ സ്കൂൾക്ക് പോണ സമയത്ത് ഓരോരോ കാര്യങ്ങളേക്കാരം കേട്ടോ. അങ്ങനെ പറ്റൂല ഇങ്ങനെ പറ്റൂല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നിൽക്കും ചെയ്യുമല്ലോ. കാരണം നിങ്ങൾ സ്കൂളിൽ പോയിട്ട് എങ്ങനെയാണ് തിന്നണുണ്ടോ ഇല്ല, അപ്പം അതുപോലെ ഇഷ്ടം എന്താണോ അത് അതേപോലെ നമ്മളപ്പോൾ കേൾക്കുമല്ലോ. പക്ഷെ പെരയിലുള്ള സമയത്ത് ഞാൻ അതിനൊന്നും നിൽക്കില്ല കേട്ടോ. എന്താണോ ഉള്ളത് അത് അതേപോലെ ഞാൻ വാരി കുഴച്ച് കൊടുക്കും. മൂപ്പര് നല്ലോണം തിന്നും ചോദിച്ചു കേട്ടോ. അപ്പോൾ ഒരു പറ്റായോ മാണ്ടായോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ പാലുണ്ട് കേട്ടോ. ഒന്ന് വ്യാഴാഴ്ചയാണ്, വ്യാഴാഴ്ചയും ചൊവ്വാഴ്ചയും പാലുണ്ടാവും. അപ്പം ഇന്ന് പാലുണ്ട്, എല്ലാ ഗ്ലാസും സ്പൂണൊക്കെ ഉണ്ട്. പിന്നെ പാലുണ്ടാവുമ്പോൾ എന്തായാലും പഞ്ചാര വേണമല്ലോ. അപ്പോൾ അതുണ്ട് കേട്ടോ. ഈ പാല് ആദ്യമൊന്നും കുടിച്ചില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കാരണം വെച്ചറിയില്ല. ടീച്ചർ വിളിച്ചങ്ങാണ്ട് പറയും ഇന്നോട് പാല് കുടിച്ചിട്ടില്ല കേട്ടോ എന്ന് പറയും. അപ്പോൾ ഇന്നോട് പറയും ടേസ്റ്റ് ഇല്ല അമ്മ അവിടുത്തെ പാല്, അതുകൊണ്ടാണ് കുടിച്ചാത്തത് പറയും കേട്ടോ. പക്ഷേ സംഭവം എന്താ വെച്ചാൽ മധുരമില്ലായിട്ടാണ് പോലും. ഇപ്പോൾ എല്ലാവർക്കും ഒന്നും മധുരമിട്ട് ഒരു കൊടുക്കൂലല്ലോ അവിടെ. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് പഞ്ചസാര കൊടുത്തേക്കൽ തുടങ്ങിയതാണ്. അപ്പോൾ നല്ല കുടിച്ചു കേട്ടോ പാല്. പിന്നെ സ്നാക്സ് ടൈമിൽ ഇതേപോലെ പിന്നെ ബിസ്ക്കറ്റാണ് കേട്ടോ കൊടുത്തേക്കണത്. അത് കുറച്ച് മതി കേട്ടോ. ഒന്നായിട്ടായി കഴിഞ്ഞാൽ എന്താ പറയുക, ചോറ് പിന്നെ തിന്നൂല, ആ ചോറ് അവിടെ വെക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ചുള്ളൂ ഞാൻ കൊടുത്തേക്കൽ. എന്താണെന്നുണ്ടെങ്കിലും ഇതന്നെ ഒരു കൂടുതലാണ്. പിന്നെ ചങ്ങായിമാരൊക്കെ ചോദിച്ചും പറയുമ്പോൾ അങ്ങനെ ഒന്നോ രണ്ടെണ്ണമൊക്കെ ഉള്ളൂ ഓൻ തിന്നൽ കേട്ടോ. ബാക്കിയൊക്കെ ചങ്ങായിമാരൊക്കെ അങ്ങനെ കൊണ്ടുപോകും പറയും. പിന്നെ വെള്ളക്കുപ്പി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തത്. ബൈ, ഞാൻ സ്കൂളിൽ പോയിട്ട് വരാം. ബൈ.